ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഉച്ചയ്ക്കുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ കണ്ടാലോ. അപ്പോൾ ഒരു 3 കത്തിരിക്ക എടുത്തിട്ട് ഉച്ചയ്ക്ക് കത്തിരിക്ക ഫ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. അപ്പം ഞാൻ കത്തിരിക്കേൻ്റെ മൂടൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് രണ്ടായിട്ട് കീറി എടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ രണ്ടായിട്ട് കീറി നോക്കുന്നത് പുഴു എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെക്കും. അതിനിപ്പോൾ കുറച്ചേരം ഞാൻ വെള്ളത്തിലിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അത് വെള്ളത്തിൽ കിടന്ന് കുറച്ചൊന്ന് അഴുക്കൊക്കെ പോവട്ടെ. അപ്പം ആ സമയം കൊണ്ടിട്ട് ഞാൻ അടുത്തൊരു തോരൻ വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എടുക്കാൻ പോകും. അപ്പോൾ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഇവിടെ ഉള്ളിപ്പൂവ് എന്നാണ് പറയുന്നത്. സ്പ്രിംഗ് ഓണിയൻ ഇത്. അപ്പോൾ ഇത് ഫുൾ എടുക്കുന്നില്ല, ഇതിൻ്റെ പകുതി എടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ പകുതി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കി കൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ബാക്കി ഇരുന്നത് പോലെ റബ്ബർ ബാൻഡ് ഇട്ട് ഞാൻ ഫ്രിഡ്ജിലോട്ട് കൊണ്ട് വെക്കാണേ. അപ്പോൾ അടുപ്പിൽ തീയൊക്കെ അണഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് ഊതി കത്തിക്കട്ടെ. അപ്പോൾ ചോറിൽ വെള്ളം തീർന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കുകയാണേ. വെള്ളം ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടെ. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അടുപ്പ് നന്നായിട്ട് കത്തിക്കണം, വേഗം തിളയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തോരനുള്ളത് ഞാൻ കഴുകാൻ വേണ്ടി എളുപ്പത്തിന് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ, ചെറുതായിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിലും കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കണം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കത്തിരിക്ക ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എടുക്കാം. അപ്പോൾ അതിന് വെളുത്തുള്ളി വേണം. അപ്പോൾ ഞാൻ വെളുത്തുള്ളി ഒന്ന് തോടൊക്കെ കളഞ്ഞ് മാറ്റട്ടെ കേട്ടോ. അപ്പോൾ അടുപ്പിൽ തീ ഒന്ന് അണഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് പുക വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെറുതായിട്ടൊന്ന് കണ്ണ് നീറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീ അണഞ്ഞതല്ല, അതിലൊരു വിറവ് കയറി ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രോസ് ആയിട്ട് നിന്നപ്പോഴത്തേക്ക് അവിടെ ഇങ്ങനെ പുകയായിട്ട് വന്നതാണ്. അങ്ങനെ ഞാനതൊന്ന് നേരെ ആക്കിയിട്ട് വേറൊരു വിറവ് കൂടെ എടുത്ത് വെച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇനിയിപ്പോൾ നമ്മുടെ കത്തിരിക്ക ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, മുളക് പൊടി എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ നമുക്ക് കത്തിരിക്ക ഇതുപോലെ ഇങ്ങനെ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റാവേ. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും കുറച്ച് നേരം കൂടെ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിരിക്കും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ കത്തിരിക്കൊക്കെ നന്നായിട്ട് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഇനിയിപ്പോൾ ആ അരപ്പിലോട്ട് എടുത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അരപ്പ് ഞാൻ ഫസ്റ്റ് ഈ ഒരു പാത്രത്തിലാണ് വെച്ചെങ്കിൽ പോലും ഇത് വളരെ ചെറുതായതുകൊണ്ട് തന്നെ അതിൽ നിന്നില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എല്ലാം കൂടെ തിരിച്ചെടുത്ത് മറ്റേതിലോട്ട് ഒഴിച്ചിട്ട് അതിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റിയിട്ട് അതിൽ നിന്ന് എടുത്ത് ഇതിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 5 മിനിറ്റ് നമുക്ക് അതവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഉള്ളിപ്പൂ ഞാൻ കഴുകി മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ചെറുതായിട്ട്. അപ്പോൾ അതിന് മുന്നേ അരി തിളച്ച് പൊങ്ങി കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ചോറ് എന്തായാലും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൈ കൊണ്ടേ തന്നെ അതങ്ങോട്ട് വടിച്ച് മാറ്റിയിട്ടുണ്ടേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഉള്ളിപ്പൂ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഈ നമുക്ക് തോരൻ വെക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ചൂടായതിനു ശേഷം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കടുകൊക്കെ പൊട്ടി മാറിയതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കറിവേപ്പില ഇട്ടതിന് ശേഷം തോരൻ അരിഞ്ഞ് വെച്ചിട്ടുള്ള എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് കുറച്ച് നേരം മൂടി വെച്ച് അത് വേവട്ടെ. അപ്പോൾ തോരനുള്ളത് വേവുന്ന സമയം കൊണ്ടിട്ട് ഇനി നമുക്ക് കത്തിരിക്ക ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പാനൊന്ന് വെച്ച് ചൂടാക്കിയതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഓരോരോ കത്തിരിക്ക ഓരോ ഞാൻ ഇതുപോലെ ഇങ്ങനെ പറക്കിയിട്ടെടുക്കുന്നുണ്ട്.
അപ്പോൾ കത്തിരിക്കയൊക്കെ എടുത്തിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ തോരന് വേണ്ടിയിട്ടുള്ളതൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഞാൻ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. തേങ്ങ എന്ന് വെച്ചാൽ അരയ്ക്കുന്നില്ല, മുഴുവനായിട്ട് തേങ്ങ തിരുവി അങ്ങ് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പും മഞ്ഞളും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ കത്തിരിക്കേൻ്റെ ഒരു സൈഡ് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മറിച്ചിട്ട് കൊടുക്കുകയാണേ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കുള്ള കത്തിരിക്ക ഫ്രൈയും ഉള്ളിത്തോരനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് കത്തിരിക്ക ഫ്രൈയും ഉള്ളിത്തോരനും പിന്നെ കുറച്ച് തൈര് കറി ഇടണ്ടായിരുന്നേ. അപ്പോൾ തൈര് കറി ഇന്നലത്തെയാണ് കേട്ടോ. അപ്പോൾ 2 ദിവസമായിട്ട് മീൻ വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ വീഡിയോസിലൊക്കെ 2-3 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ മീൻ അങ്ങനെ ഡെയിലി വാങ്ങാറില്ല. എനിക്കും അച്ഛനും അങ്ങനെ മീൻ നിർബന്ധമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ആഴ്ചയിൽ 2-3 ദിവസങ്ങളിലേ മീൻ വാങ്ങാറുള്ളൂ. അപ്പോൾ എൻ്റെ ഉച്ചയ്ക്കുള്ള വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ഇത്രയുള്ളൂ, ബൈ.